അവസാനം എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്തത്തിൻ്റെ അന്നത്തെ കലാപരിപാടിയിലേക്കാണ് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത്. രാവിലെ കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പൂ കാര്യങ്ങളൊക്കെ അരിഞ്ഞ് പെറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസം തന്നെ ഞാൻ 100 രൂപയ്ക്ക് പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 100 രൂപയ്ക്ക് പൂ വാങ്ങിയാൽ ഏകദേശം ഒരു 2 ദിവസം നമുക്ക് ലാവിഷായിട്ടൊക്കെ ഇടാനുണ്ടാകും. അപ്പോൾ തലേന്ന് തന്നെ ഞങ്ങൾ മിറ്റം കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചാണകമൊക്കെ മെഴുകിയിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ നനഞ്ഞ ചാണകം ഇട്ടപാടെ പൂവിടുക എന്നുള്ളത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ തലേ ദിവസം വൈകുന്നേരം ആണ്ടോ നമ്മൾ ചാണകം മെഴുകിയിടാറ്. അങ്ങനെ ആകുമ്പോൾ രാവിലെ ആകുമ്പോഴത്തേനും വലിഞ്ഞ് ഏകദേശം സെറ്റാകും. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെയാണ് ഞാൻ പൂവിടാറുള്ളത്. അങ്ങനെ എല്ലാ പ്രാവശ്യത്തെ പോലെയും ഇപ്രാവശ്യവും വരച്ച പോലെയും നല്ലതാണ് ഞാൻ പൂവിടുന്നത്. ഇട്ട് വരുമ്പോഴായിരിക്കും പല ക്രിയേറ്റിവിറ്റി എൻ്റെ മൈൻഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, വട്ടം കുറച്ച് വലുതാക്കാം, പൂ കുറച്ച് കൂടുതലുണ്ടാകും, അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെയാട്ടോ ഞാൻ അത്തത്തിൻ്റെ അന്ന് പൂവിട്ടിട്ടുള്ളത്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത ദിവസത്തെ പൂക്കളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.